Profit Analytics weekly market view dated 20th June. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 22nd മുതൽ 26th ജൂൺ വരെയുള്ള വീക്കാണ്. നമുക്ക് കഴിഞ്ഞ വീക്കില് COVID-19 കേസുകൾ ഉയരുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡർ ടെൻഷൻസിനിടയിലും മാർക്കറ്റ് ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് തന്നെയാണ് നടത്തിയത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പ്രീവിയസ് വീക്കിൽ ഉണ്ടായിരുന്ന ഒരു 10,328 ഒരു ഹൈക്ക് വളരെ അടുത്ത് തന്നെ വന്ന് 10,244 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്രൈഡേയിൽ 10,272 എന്നുള്ളൊരു ഹൈ സെറ്റ് ചെയ്തതിനു ശേഷം ഓൾമോസ്റ്റ് ഒരു ഹൈ ലെവലിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ 100 DMA വരുന്നത് 10,093 അതിന് മുകളിലുള്ള ഈ 100 DMAക്ക് മുകളിലുള്ള ഈ 10,244 ഒരു ക്ലോസിംഗ് മാർക്കറ്റിന്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതുപോലെയുള്ള ഇത്രയും ഇഷ്യൂസിനിടയിലും മാർക്കറ്റ് വളരെ നല്ലൊരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. റിലയൻസ് ഇൻഡസ്ട്രീസ് സ്ട്രെങ്ത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഫ്രൈഡേയിലും ഒരു 6% ഉയർന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് റിലയൻസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിലയൻസിന്റെ ടോട്ടലായിട്ടുള്ള ജിയോ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് 1,70,000 ക്രോർസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് റിലയൻസ് ജിയോയിലേക്ക് വേണ്ടിയിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് റേസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ 3 മാസത്തോളം ഓൾമോസ്റ്റ് വേൾഡ് തന്നെ ഒരു ലോക്ക്ഡൌൺ പീരീഡിലൂടെ കടന്നു പോവുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ആനുവൽ ജനറൽ മീറ്റിംഗിൽ മുകേഷ് അംബാനി കമ്പനിയെ ഡെറ്റ് ഫ്രീ ആക്കും, അത് 2021 മാർച്ച് 31 ഡെറ്റ് ഫ്രീ ആക്കും എന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൌൺ പീരീഡില് ഒട്ടും തന്നെ സമയം കളയാതെ അവര് വളരെ ബിസി ആയിട്ടുള്ള ഫണ്ട് റേസിംഗ് പ്ലാനുകൾ ചെയ്യുകയും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റോട് കൂടി ഓൾമോസ്റ്റ് 1,75,000 ക്രോർസിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസില് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആക്ച്വലി കഴിഞ്ഞ 2 മാസത്തിലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് തന്നെ സ്ട്രെങ്ത് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നിഫ്റ്റിയിൽ വലിയൊരു വെയിറ്റ് ഉള്ള ഒരു കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിന് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പരിധി വരെയും വലിയൊരു ഇൻഡെക്സിലുള്ള ഒരു കറക്ഷനിൽ നിന്നും സേവ് ചെയ്തിട്ടുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അതേസമയം മറ്റു പല കമ്പനീസിലും ആ ഒരു പാനിക് സിറ്റുവേഷനിൽ നിന്നും നമ്മുടെ മാർക്കറ്റിന് പെട്ടെന്ന് തന്നെ പുറത്തു വരാനായിട്ട് ഈ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഈ ഫണ്ട് റേസിംഗിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പോസിറ്റീവ് മൊമെന്റം മറ്റു ഇൻഡെക്സ് സ്റ്റോക്കുകളിലേക്ക് വരികയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല സ്റ്റോക്കുകളിലും കാര്യമായിട്ടുള്ള ഒരു ബൈയിങ്ങും ഒരു പാനിക് സെല്ലിങ്ങിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ഇൻഡെക്സ് വലിയൊരു ഫോണിലൂടെ പോകുമ്പോൾ പല മാർജിൻ കോൾസും അങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നതുകൊണ്ട് ക്രൈസിസ് സിറ്റുവേഷൻ കൂടുതൽ വഷളാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതെ ഇന്ത്യൻ മാർക്കറ്റിനെ ഈ ഒരു കാലഘട്ടത്തില് ഇൻഡെക്സിനെ സേവ് ചെയ്യാനായിട്ട് റിലയൻസിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പല മേജറായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു നല്ല പെർസെന്റേജ് ഹോൾഡിംഗ് റിലയൻസ് ഇൻഡസ്ട്രീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫണ്ട് നമുക്കറിയാം ഈ മാർക്കറ്റിന്റെ ഫോളിലും പല മ്യൂച്വൽ ഫണ്ടുകളും വലിയ ലോസ് ഒന്നും ഇല്ലാതെ തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട്. പലതും 10% അല്ലെങ്കിൽ ഒരു 15% ലോസ് മാത്രമാണ് കാണിക്കുന്നത്. അതൊരു പക്ഷെ ഈ റിലയൻസിന്റെ മുന്നേറ്റം ഇനി വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ എന്തായാലും അടുത്ത മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ബൈയിങ്ങിന്റെയും അതുപോലെ ഈ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നതും വരും ദിവസങ്ങളിൽ ഒരു 3 മാസം 3 to 6 monthsലേക്ക് നമ്മളൊരു നോർമൽ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരും എന്നുള്ള മാർക്കറ്റെല്ലാം തിരിച്ചു വരും എന്നുള്ള ഒരു അസംഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോക്സിന്റെ ഉള്ള ബൈയിങ്ങും അതുപോലെ തന്നെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ തിരിച്ച് ഈ സ്ട്രെങ്ത് കാണിക്കുന്നത്. കഴിഞ്ഞ വീക്കില് നമുക്കെല്ലാം ചൈനയുമായിട്ടുള്ള ഈ ഒരു ബോർഡറിൽ ഉണ്ടായിട്ടുള്ള ഒരു ടെൻഷൻ എങ്ങനെയാണ് റിസൾട്ട് ചെയ്യുക എന്നുള്ളതും ഒരു സെൽ ഓഫും പ്രതീക്ഷിച്ചിരുന്നു പലരും. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. എന്തായാലും അവിടെയും റിലയൻസിന്റെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, എസ്പെഷ്യലി ഫ്രൈഡേ ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടൊരു രീതിക്ക് കൊണ്ടുവരികയും
കഴിഞ്ഞ തേഴ്സ്ഡേ 210 പോയിന്റ്സ് ഉയർന്ന മാർക്കറ്റ് വീണ്ടും 152 പോയിന്റ്സ് കൂടെ ഉയർന്നാണ് മാർക്കറ്റ് ഈ തേഴ്സ്ഡേയും ഫ്രൈഡേയും ഉയർന്ന ഓൾമോസ്റ്റ് ഒരു 360 പോയിന്റ്സോളാണ് 2 ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് ഉയർന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു പാൻഡമിക്കിന്റെ ഇടയിലും അതുപോലെ തന്നെ ഒരു ബോർഡർ ടെൻഷനും കൂടെ വന്നിട്ടും മാർക്കറ്റ് ഒരു ഇത്രയും പോയിന്റ്സ് ഉയർന്ന് ഈ വീക്ക്ലി ക്ലോസ് തന്നെ ഒരു 272 പോയിന്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ ഇപ്പോൾ മാർക്കറ്റ് ഒരു 10,120 മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു 10,500 ലെവൽ വരെയൊക്കെ ഒരു പക്ഷേ മാർക്കറ്റ് മുന്നേറാമെങ്കിലും ഒരു എപ്പോൾ വേണമെങ്കിലും ഒരു ബോർഡറിലുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു കറക്ഷനും നമ്മൾ തയ്യാറായിരിക്കണം. പക്ഷെ മാർക്കറ്റ് ഓവറോൾ പോസിറ്റീവ് സെന്റിമെന്റ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇടയ്ക്ക് ഓരോ പുൾ ബാക്സ് ഉണ്ടായാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റിന്റെ 10,917 200 DMA ഒരു മൂവ്മെന്റ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ 3 വീക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 9,300 ലെവലിൽ നിന്ന് മാർക്കറ്റ് 10,500 ലെവലിലേക്കുള്ള ഒരു മൂവ്മെന്റിനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും വളരെ വീക്ക് സെന്റിമെന്റ്സിൽ നിന്നിരുന്ന മാർക്കറ്റിലാണ് പിന്നീട് ആ ബൈങ്ങോടുകൂടി മാർക്കറ്റ് മുന്നേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനീസിൽ പല കമ്പനീസും വളരെ എക്സെപ്ഷണൽ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഫണ്ട് റൈസിംഗിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും ചില കമ്പനികളൊക്കെ വളരെ നല്ല റിസൾട്ട്സും ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അത് ഓരോ സ്പെസിഫിക് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഏരിയസിലാണ് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. നമുക്ക് അങ്ങനെ റിസൾട്ട് നല്ലതായിട്ട് ഡിക്ലെയർ ചെയ്ത കമ്പനീസിന്റെ പെർഫോമൻസ് നമുക്ക് ഇന്ന് അടുത്ത സെഷനിൽ നോക്കാം. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ പോസിറ്റീവ് സെന്റിമെന്റ്സ് കണ്ടിന്യൂ ചെയ്യും. ഓരോ പുൾ ബാക്സും ഉണ്ടാകുമെങ്കിലും നമ്മൾ കഴിഞ്ഞ വീക്കിലും കണ്ടതാണ്, ഇതിനു മുമ്പുള്ള വീക്കിൽ കണ്ടതാണ് മാർക്കറ്റ് പെട്ടെന്ന് 9,544 വരെയും താഴ്ന്നതിന് ശേഷം വീണ്ടും റിക്കവർ ചെയ്ത് തിരിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പുൾ ബാക്സ് എപ്പോഴും പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു വലിയ റിസ്കിലേക്ക് പോകാവുന്ന രീതിയിലുള്ള പൊസിഷൻസ് അല്ലാതെ റീബൗണ്ടുകൾ ഓരോ കറക്ഷനിലും ഹോൾഡ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലുള്ള പൊസിഷൻസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ 2 മാസത്തിലും വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പലരും അത് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് മാർക്കറ്റ് 12,000 ലെവലിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതിനൊക്കെ കൂടുതൽ പ്രോഫിറ്റ്സ് ഇപ്പോൾ നേടാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് ഈ ബെയർ മാർക്കറ്റ്സിൽ കുറെ അധികം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനും ബെയർ മാർക്കറ്റിന്റെ പല കണ്ടീഷൻസിനും സാധിക്കും. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ഓരോ സ്റ്റോക്കുകൾ ഉണ്ടാവുക. അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ ലെവൽസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടും എൻട്രി ചെയ്യുകയും അതേസമയം ഒരു പ്രോഫിറ്റ് ആകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ടെക്നിക്കൽ ലെവൽസിൽ എക്സിറ്റ് ചെയ്യാനും യാതൊരു മടിയും കാണിക്കാതെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ബെയർ മാർക്കറ്റിലായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് നേടാൻ സാധിക്കുക എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യേണ്ട പീരീഡ് ആണ് ഇപ്പോഴെന്നുണ്ടെങ്കിൽ, അതേസമയം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ബെയർ മാർക്കറ്റ് കണ്ടീഷൻസിൽ വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ബുള്ളിഷ് മാർക്കറ്റ് കണ്ടീഷൻസിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ്സ് നേടാവുന്ന രീതിയിലുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടാകും. എന്തായാലും നമുക്കൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം, നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇതുപോലെയുള്ള ഒരു പെർഫോമൻസ് ഇതുപോലെ വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു ഫണ്ട് റൈസിംഗ് പ്ലാൻ ഈ ലോക്ക്ഡൌൺ പീരിയഡിൽ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയും അതിൽ നിന്നും ഇനി വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം റിലയൻസ് ഇൻഡസ്ട്രീസ്, റിലയൻസ് ജിയോ, അതുപോലെ തന്നെ റിലയൻസ് റീറ്റെയിൽ എന്നുള്ള 2 കമ്പനികളെ അത് റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും ഡിമർജ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻസുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ വലിയൊരു തീർച്ചയായിട്ടും ഇതൊരു കമ്പനീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനിയായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ സ്റ്റോക്കില് കുറെ കൂടി അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ കാണുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഡെയിലി ചാർട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ സ്റ്റോക്കില് വലിയൊരു സെൽ ഓഫ് 900 താഴേക്കുള്ള ഒരു സെൽ ഓഫ് നമ്മൾ ഈ മാർക്കറ്റിന്റെ കറക്ഷനിൽ നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ അവിടെയൊന്നും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിക്കവർ ചെയ്ത് തിരിച്ചു വന്ന ഈ സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞ വീക്കിലെ സ്റ്റോക്ക് വളരെ വലിയൊരു സ്റ്റെല്ലർ പെർഫോമൻസ് നടത്തുന്നത് നമുക്ക് കാണാം. അതിനുശേഷം 1759 ഈ റിലയൻസ് ഇൻഡസ്ട്രീസ്
കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ റിലയൻസ് ഇൻഡസ്ട്രീസിന് അടുത്ത ദിവസത്തിൽ നെക്സ്റ്റ് വീക്കിൽ ഒരു 1860 വരെയുമുള്ളൊരു മൂവ്മെന്റ് ആണ് നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ മുത്തൂറ്റ് ഫിനാൻസ് എന്ന ഗോൾഡ് ലോൺ കമ്പനി 59% റൈസ് ആണ് നെറ്റ് പ്രോഫിറ്റിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 815 crores പ്രോഫിറ്റ് ആണ് കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 512 crores പ്രോഫിറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഈ സെയിം ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ നല്ലൊരു പെർഫോമൻസ് ഇതുപോലെയുള്ള ഒരു ക്വാർട്ടറിൽ നടത്താനായിട്ട് മുത്തൂറ്റ് ഫിനാൻസിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചാർട്ടിൽ കാണാം, മുത്തൂറ്റ് ഫിനാൻസിന്റെ ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ചാർട്ടിൽ വലിയൊരു റാലി കഴിഞ്ഞ ദിവസത്തിൽ നടത്തിയിരിക്കുന്നത് കാണാം. ഈ സ്റ്റോക്കിലെല്ലാം വലിയൊരു സെൽ ഓഫ് കഴിഞ്ഞ മാർച്ച് പീരീഡിൽ, ലോക്ക്ഡൌൺ പീരീഡിൽ ഉണ്ടായെങ്കിലും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ലോൺ ആണ് ഇവരുടെ ബേസിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കമ്പനിക്ക് സംബന്ധിച്ചിടത്തോളം ഇൻകത്തില് യാതൊരു വിധത്തിലെ ഫോളും ഉണ്ടായില്ല. അഡീഷണൽ ബിസിനസ്സിൽ കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടായെങ്കിലും കുറെ ഇവരെല്ലാം ഓൺലൈൻ ആയിട്ടുള്ള ഗോൾഡ് ലോൺസ് കൊടുക്കാവുന്ന രീതിയിലേക്കൊക്കെ പുതിയ രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നുകൊണ്ട് ബിസിനസ്സിൽ കാര്യമായിട്ടുള്ള ഷോർട്ട് ഫോൾ വരാതെ തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 1180 മുത്തൂറ്റ് ഫിനാൻസ് ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ അടുത്ത ഇമീഡിയറ്റ് ആയിട്ട് തന്നെ മുത്തൂറ്റ് ഫിനാൻസിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് 1350 ലെവലാണ്. ഈ ലെവലിലേക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മുത്തൂറ്റ് ഫിനാൻസ് ഓരോ ഡിപ്പിൽ നമുക്ക് വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാവുന്നതുമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഗോൾഡ് ലോൺ കമ്പനീസ് ബേസിക്കലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. കാരണം നമുക്കറിയാം കേരള ബേസ്ഡ് ആയിട്ടുള്ള മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറം ഫിനാൻസും ആണ് ഗോൾഡ് ലോൺ ബിസിനസ് ശരിക്കും ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്ത് എല്ലാ സ്റ്റേറ്റിലും സ്പ്രെഡ് ചെയ്ത് ചെയ്യുന്ന രണ്ട് കമ്പനീസ് ആണ്. ഈ രണ്ട് കമ്പനീസും വളരെ നല്ല രീതിയിലാണ് ബിസിനസ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തത്. അതുപോലെ തന്നെ ഈ രണ്ട് കമ്പനീസിന്റെയും സ്റ്റോക്കുകളും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. മുത്തൂറ്റ് ഫിനാൻസ് കഴിഞ്ഞ ദിവസം ഒരു ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കമ്പനികളുടെ പെർഫോമൻസ് കൂടുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ കമ്പനികളുടെ ലോൺസ് ബേസിക്കലി ഈ ഗോൾഡിന്റെ ഗോൾഡാണ് സെക്യൂരിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ റിയലൈസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ബോറോവർ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ഗോൾഡ് വിറ്റ് ആ എമൗണ്ട് റിയലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റെന്ത് രീതിയിലുള്ള സെക്യൂരിറ്റി ഉണ്ടെങ്കിലും അത് വിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇവിടെ ഗോൾഡിന്റെ പ്രൈസ് ഓൾറെഡി ഇത്രയും ലൈഫ് ടൈം ഹൈയിലൊക്കെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അവർക്ക് അത് ലിക്വിഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഈ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ലോണിന്റെ ഒരു NPA വരുന്നതിന്റെ ഒരു റിസ്ക് വളരെ കുറവാണ്. അതേസമയം നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു പാൻഡമിക്കിന്റെ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും ഇൻകത്തിന് കാര്യമായിട്ടുള്ള ഷോർട്ട് ഫോൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഷോർട്ട് ഫോൾ പലരും അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിലുള്ള ഈ അവരുടെ കയ്യിലുള്ള ഗോൾഡ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ലോൺ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗോൾഡ് ലോണിന് കൂടുതൽ ഡിമാൻഡ് വരികയും ചെയ്യും. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ ഗോൾഡ് ലോൺ കമ്പനീസ് വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് വരും ദിവസങ്ങളിലും കാഴ്ചവെക്കാൻ തന്നെയാണ് സാധ്യത. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് റിലീസ് ചെയ്യുകയുണ്ടായി. എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നമുക്കൊരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആയിരിക്കേണ്ടത്, എങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ എംപ്ലോയ്മെന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് വീട്ടിൽ പുറത്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ നമ്മൾ എങ്ങനെ ഒരു അഡീഷണൽ ഇൻകം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടിക്കൊണ്ട് നമുക്ക് ആ ഇൻകത്തിലുണ്ടാകുന്ന ഒരു ഷോർട്ട് ഫോളിനെ എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ സംസാരിച്ചിരുന്നത്. ബേസിക്കലി അത് എസ്പെഷ്യലി നമുക്കറിയാം ഇപ്പോൾ പല NRIസും ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. നമുക്കത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരുടെ ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ് എന്നുള്ളൊരു കാര്യം. അതിനെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ സംസാരിച്ചപ്പോൾ കുറേയധികം പേര് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. ഞാൻ നമ്മുടെ വീഡിയോ കാണുന്ന കുറേയധികം NRIs ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക്
ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റർ ചെയ്യേണ്ടത്. ഒന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ ഇതിലേക്ക് മാർക്കറ്റിലേക്ക് നമുക്കറിയാം മാർക്കറ്റിൽ കുറേ റിസ്കുകൾ ഉണ്ടെന്നുള്ള കാര്യം. ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യണം, നമുക്ക് റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ മാർക്കറ്റിൽ. നമുക്കറിയാം വീട്ടിൽ നിന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് പലർക്കും സംബന്ധിച്ചിടത്തോളം കമ്പനിയിലുള്ള ജോലി ഇനി ഉണ്ടാകുമെന്ന് അറിയില്ല. പലരും വീടിന്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് കുറച്ച് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെയുള്ള ഒരു ബ്രേക്കപ്പ് നമ്മളും ആരും വിചാരിച്ചിട്ട് വന്നൊരു സിറ്റുവേഷൻ അല്ല, ആഗ്രഹിച്ചിട്ട് വന്നൊരു സിറ്റുവേഷൻ അല്ല. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഒരു നെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ, നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതേസമയം ഈവൻ മൊബൈലിൽ പോലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനും പ്രോഫിറ്റ് നേടാനൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. റിസ്ക് ഉണ്ട്. നമ്മളിപ്പോൾ ലൈഫിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും റിസ്ക് ഉണ്ടല്ലോ. ആ റിസ്കിനെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊരു നല്ല ജോലിയിലെത്താനോ അല്ലെങ്കിൽ നല്ല നിലയിൽ ജീവിക്കാനോ സാധിക്കുന്നത്. അപ്പോൾ ആ റിസ്ക് മാനേജ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ അതിന് വേണ്ട രീതിയിലേക്ക് പൊസിഷൻ ചെയ്യുക എന്നുള്ളത് ചെയ്യാതെ നമ്മൾ റിസ്ക് ഉള്ള ഒരു കാര്യത്തിൽ നമുക്ക് ഒരു പക്ഷേ ഇത്രയും നാൾ വേണമെങ്കിൽ പലർക്കും അത് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. കാരണം നമുക്ക് നല്ല രീതിയിലുള്ള സാലറിയും ഇൻകം ഉള്ളപ്പോൾ എന്തിനാ അതൊരു അഡീഷണൽ റിസ്കിലേക്ക് പോകുന്നു എന്നുള്ള ചിന്തിച്ച് അങ്ങനെ മാറി നിൽക്കാൻ സാധിക്കുമായിരുന്നു. എങ്കിലും ഇപ്പോൾ നമുക്കറിയാം പലർക്കും ഒരു പക്ഷേ കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ പീരീഡില് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ രീതിയിലാണെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഓൺലൈനായിട്ട് തന്നെ നമുക്കൊരു ബ്രോക്കിംഗ് ഹൗസിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതേസമയം നമുക്കവിടെ ഇനീഷ്യലി നമ്മൾ ട്രേഡിങ്ങിനല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഓപ്ഷനിലൂടെ പോവുകയാണെങ്കിൽ വലിയ റിസ്ക് ഒന്നും എടുക്കാതെ തന്നെ നല്ല സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റോടുകൂടി നമുക്ക് അതെടുത്ത് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും NRIs ആയിട്ടുള്ള ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ തീർച്ചയായിട്ടും എടുക്കുന്നതാണ്. ഞങ്ങൾ ഈ AAA പ്രോഫിറ്റ് അനാലിറ്റിക്സിന്റെ യൂട്യൂബ് ചാനലിലൂടെ കുറേയധികം NRI ക്ലയൻസിനെ ഞങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് പഠിക്കാനും അതുപോലെ തന്നെ ആ ഒരു ഇനീഷ്യലി ആ റിസ്ക് ഉണ്ട് എന്നുള്ള ഒരു ഭീതിയിൽ നിന്ന് മാറി NRIs ബേസിക്കലി ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ട്രേഡിങ്ങിലേക്ക് പോകുന്നത് ഒരു സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ സമയം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്ന അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ പഠിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ആണ് അറിഞ്ഞിരിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് വന്നു കഴിയുമ്പോൾ നമുക്കത് വിറ്റ് നമുക്ക് ആ പ്രോഫിറ്റ് എടുക്കാനും സാധിക്കും. നമുക്ക് കൃത്യമായിട്ട് ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡോക്യുമെന്റേഷൻസിന് എത്രയോ കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കൊരു ജസ്റ്റ് ഒരു പ്ലസ് എന്നുള്ള നമ്മുടെ കീബോർഡിലുള്ള പ്ലസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട എത്ര ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കും. പിന്നെ 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ, അതായത് നമ്മുടെ അലമാരിയിൽ വരുന്നത് പോലെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആ സ്റ്റോക്ക് വരികയാണ് ചെയ്യുന്നത്. അതേസമയം വിൽക്കാനും അതുപോലെ തന്നെ മൈനസ് എന്നുള്ളൊരു നമ്മുടെ കീബോർഡിലുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ സ്റ്റോക്ക് നമുക്ക് വിറ്റ് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അത്ര വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും ഉള്ള ഒരു ലിക്വിഡിറ്റി ഉള്ള ഒരു ഫീൽഡാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. അതേസമയം വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ അതിനകത്ത് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് ഏതെങ്കിലും സൈറ്റുകളിലൊക്കെ കാണുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്കഷൻ ഫോറമിൽ പറയുന്ന വളരെ ചീപ്പായിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്ന സ്റ്റോക്കുകളൊന്നും പോയി ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് ആ സ്റ്റോക്ക് സെലക്ഷന് നിങ്ങൾക്ക് ഇനീഷ്യലി എങ്കിലും ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോഴും ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നതിന് നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ പോയിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ആ ഡ്രൈവിംഗ് സ്കൂളിന്റെ അല്ലെങ്കിൽ നമുക്കൊരു ട്രെയിനറുടെ ആവശ്യം നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം വലിയ
അപകടങ്ങളുണ്ടാകും. അത് ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് ആ ട്രെയിനിങ് പീരീഡ് നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ആ ട്രെയിനിങ് പീരീഡ് പ്രൊഫഷണലുകളുടെ കൂടെ നിന്ന് പഠിച്ചതിന് ശേഷം നമുക്കൊരു നോളജ് ആയി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇനീഷ്യലി മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നവരെല്ലാവരും ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതല്ല, നമ്മൾ തനിയെ ചെയ്യാൻ ശ്രമിച്ച് അപകടങ്ങളിൽ പെട്ട് അതിനുശേഷം അവിടെ നിന്ന് അത് ഫീൽഡേ മോശമാണ് എന്ന് പറഞ്ഞു പോകുന്നത്, ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകാതെ നമ്മൾ തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിച്ച് നമ്മളത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഡ്രൈവിംഗ് പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നത് അതുപോലെ തന്നെ കണ്ടാൽ മതി. അപ്പോൾ അവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇനീഷ്യലി നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടി തന്നെ എൻട്രി ചെയ്യും. അത് നമുക്ക് അങ്ങനെ തുടങ്ങിയതിന് ശേഷം ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്നൊരു ലെവൽ ആവുകയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക, അങ്ങനെ വീണ്ടും നമ്മുടെ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ അവസരങ്ങളുണ്ട്, അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് മാനേജ് ചെയ്തുകൊണ്ട് പോകാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 3 മാസത്തിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്വിംഗ് ഡെലിവറി എന്നുള്ള ഈ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് കാണാം, ഞങ്ങളൊരു ടാറ്റ കെമിക്കൽ എന്നുള്ള സ്റ്റോക്കിൽ ഞങ്ങളൊരു 1 lakh ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഒരു 30,000 പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇക്കാവ് ലാബിൽ ഞങ്ങൾ ഒരു 30,000 പ്രോഫിറ്റ് നേടുകയുണ്ടായി. അതുപോലെ തന്നെ സിപ്ല എന്നുള്ള സ്റ്റോക്കിൽ ഒരു 26,000 പ്രോഫിറ്റ് നേടുകയുണ്ടായി. വിനാദി ഓർഗാനിക്സിൽ ഒരു 13,000 പ്രോഫിറ്റ് നേടുകയുണ്ടായി. അതുപോലെ തന്നെ റിലാക്സോയിൽ ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് 30,000 പ്രോഫിറ്റ് നേടാനായിട്ട് സാധിച്ചു. അതുപോലെ ജെ ബി കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്ന സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 12,000 പ്രോഫിറ്റും, അതുപോലെ ഇന്ത്യ സിമെന്റിൽ ഓൾമോസ്റ്റ് ഒരു 13,000 പ്രോഫിറ്റ് ഞങ്ങൾ നേടുകയുണ്ടായി. ഇത് 1 lakh ആണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു 10 days അല്ലെങ്കിൽ 15 daysലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് തന്നെയാണ് അടുത്ത സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എമൗണ്ട് ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വരുന്ന ഒരു ടാറ്റ കെമിക്കൽസ് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 29,000 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പേ ഔട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഈ 1 lakh വീണ്ടും അടുത്ത സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടും അതേസമയം നമുക്ക് ആ എമൗണ്ട് നമ്മുടെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതാണ് നമ്മൾ പറയുന്നത്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ഇതുപോലെയുള്ള പ്രോഫിറ്റ്സ് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഷോർട്ട് ടൈമിലുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനും നമുക്ക് ഇങ്ങനെയുള്ള ട്രേഡിംഗ് മെത്തേഡുകളിലൂടെ സാധിക്കും. എന്തായാലും നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ മൊത്തമല്ല സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്കതിൽ നമ്മുടെ ഏർണിങ്സിൽ നിന്നുള്ള ഒരു 20% സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് റിട്ടയർമെന്റ് ഏജിലും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ പല ക്ലയൻസും ഈവൻ 80 years കഴിഞ്ഞ ക്ലയൻസ് പോലും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എസ്പെഷ്യലി NRIസിനൊക്കെ പഠിക്കുകയാണെങ്കിൽ അവരുടെ റിട്ടയർമെന്റ് പീരീഡിൽ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്കിൽ പ്രീവിയസ് വീക്ക് ക്ലോസ് ചെയ്തിരുന്നത് 12th June ക്ലോസ് ചെയ്തിരുന്നത് 9,972 അതിനുശേഷം നമുക്ക് മൺഡേയില് മാർക്കറ്റ് ഒരു വീക്കിലി ലോ ആയിട്ടുള്ള 9,726 ടെസ്റ്റ് ചെയ്തതിനു ശേഷം 159 പോയിന്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ 16th June ഒരു 100 പോയിന്റ്സിന്റെ ഉയർന്ന മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ സാധിച്ചെങ്കിലും മാർക്കറ്റിന്റെ 2 ദിവസം ഉള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്നത്. അതേസമയം 17th മാർക്കറ്റ് 12 പോയിന്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. പക്ഷെ അതിനുശേഷം തേഴ്സ്ഡേയുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ടോടുകൂടി മാർക്കറ്റ് 210 പോയിന്റ്സിന്റെ ഒരു റാലിയാണ് നടത്തിയിരുന്നത്. അന്ന് നമുക്കറിയാം വീക്കിലി ഓപ്ഷൻസ് എക്സ്പയറി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ട്രെൻഡ് ലഭിച്ചുകൊണ്ട് തന്നെ അന്ന് ഓപ്ഷൻസിൽ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനായിട്ട് ട്രേഡേഴ്സിന് വലിയ അവസരങ്ങളും ലഭിക്കുകയുണ്ടായി. അതേസമയം 19th June ബേസിക്കലി റിലയൻസിന്റെ ഒരു വലിയൊരു സ്റ്റൈൽ ഓഫ് പെർഫോമൻസോടുകൂടി 152 പോയിന്റ്സ് വരുന്നതാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. നിഫ്റ്റിക്ക് കഴിഞ്ഞ വീക്കിൽ ഓൾമോസ്റ്റ് ഒരു 272 പോയിന്റ്സിന്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് അല്ലെങ്കിൽ ഒരു 2.73% ഒരു അപ്വേർഡ് ക്ലോസിംഗ് ആണ് നമുക്ക് ലഭിച്ചത്. നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 170 പോയിന്റ്സിന്റെ മൈനസ് ക്ലോസിംഗ് ആയിരുന്നു.
അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം 2 വീക്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് 550 പോയിന്റ്സോളം ഉള്ള ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. എന്തായാലും മാർക്കറ്റ് വീണ്ടും ഒരു 10,000 മുകളിൽ തന്നെ വളരെ കംഫർട്ടബിളി വന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ലാസ്റ്റ് വീക്കിൽ. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം മാർച്ചിൽ 2604 പോയിന്റ്സിന്റെ ഒരു സെൽ ഓഫിന് ശേഷം ആ സമയത്താണ് 7511 എന്നുള്ളൊരു ലോ ടെസ്റ്റ് ചെയ്ത മാർക്കറ്റ് വീണ്ടും ഏപ്രിലിൽ 1262 പോയിന്റ്സിന്റെ ഒരു റിക്കവറിങ്, മെയിൽ വീണ്ടും ഒരു കൺസോളിഡേഷൻ, അതായത് ഒരു 279 പോയിന്റ്സ് മൈനസ് ക്ലോസിംഗ് ആയിരുന്നെങ്കിലും ജൂൺ മാസത്തിൽ അപ്വേർഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ വീക്കിൽ ഒരു പുൾ ബാക്ക് ഉണ്ടായെങ്കിലും ഈ വീക്കിൽ വീണ്ടും ഓൾമോസ്റ്റ് ഒരു 664 പോയിന്റ്സ് ജൂൺ മാസത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ട്രെൻഡിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഈ മന്ത്ലി ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് വരും ദിവസങ്ങളിലും ഈ ഒരു പോസിറ്റീവ് മൊമെന്റം മാർക്കറ്റിന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. എന്തായാലും ബോർഡർ ടെൻഷൻസ് കാര്യമായിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യാതെ വീണ്ടും എസ്കലേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു 10,900 ലെവലിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് ഞാൻ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാം മാർക്കറ്റിലെ നിഫ്റ്റിയുടെ 100 DMA വരുന്നത് 10,093 ആണ്. ആ ലെവലിന് വളരെ മുകളിൽ തന്നെയാണ് മാർക്കറ്റിന് കംഫർട്ടബിളി ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. മാർക്കറ്റിന്റെ ഒരു പുൾ ബാക്കിൽ ഈ 20 DMA വരുന്ന 9,832 ലെവൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ലെവലിൽ വരുമ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുൾ ബാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ 50 DMA വരുന്നത് 9,432 ലെവലിലാണ്. ആ സമയം 200 DMA വരുന്ന 11,000 താഴെ വന്ന് 10,917 ലെവലിൽ വന്നിട്ടുണ്ട്. ഈ ഒരു 200 DMA ആയിരിക്കും നമ്മുടെ ഒരു മീഡിയം ടൈം ടാർഗറ്റ് ആയിട്ട് നിൽക്കുന്നത്. ആ സമയം വേറെ ബോർഡർ ടെൻഷൻസിന് കാര്യമായിട്ട് എസ്കലേഷൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ 20 DMA വരുന്ന 9,832 വളരെ നല്ല സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അടുത്തായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഡിമാൻഡ് സപ്ലൈ സോൺ ഒന്ന് നോക്കാം. നമുക്ക് വളരെ അടുത്ത് തന്നെ ഒരു സപ്ലൈ സോണിന്റെ അടുത്താണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 10,282 10,309 എന്നുള്ളൊരു ലെവല് വലിയൊരു സപ്ലൈ സോൺ ആണ്. ഈ ലെവലിൽ നമുക്കൊരു പക്ഷേ ഒരു മാർക്കറ്റിന് ഒരു റിവേഴ്സൽ സംഭവിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് അറിയാം മാർക്കറ്റ് വലിയൊരു സെൽ ഓഫിലൂടെ കടന്നു പോയ ഒരു ഏരിയ ആണ്. അവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് താഴേക്ക് പോയ ഒരു ഏരിയ ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ഈ ലെവലിന് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ 10,900 ലെവലിലേക്ക് ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ COVID-19 കേസുകൾ കൂടുതൽ വരുന്നത്, അതുപോലെ തന്നെ ഈ ബോർഡർ ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഒരു 10,900 ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം നമുക്ക് താഴെ ലെവലിൽ ഡിമാൻഡ് സോൺ ആയിട്ട് നിലനിൽക്കുക 9,864 അതുപോലെ 9,892 എന്നുള്ള ലെവലായിരിക്കും. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും പുൾ ബാക്ക് ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ നമുക്കിപ്പോൾ കാണുന്നതാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ നമുക്കറിയാം നമുക്കിപ്പോഴത്തെ ഈ 9,832 എന്നുള്ള 200 DMAക്ക് മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ 10,120 ആണ് മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അതിന് മുകളിലേക്ക് മാർക്കറ്റിന് വന്ന് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള അടുത്തൊരു ടാർഗറ്റ് 10,433 ആയിരിക്കും. നെക്സ്റ്റ് വീക്കിൽ ഈ ഒരു ലെവല് മാർക്കറ്റിന്റെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും, പ്രത്യേകിച്ചും റിലയൻസിന്റെ ഒരു പോസിറ്റീവ് ട്രെൻഡും അടുത്ത വീക്കിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 10,433 എന്നുള്ള ലെവലിലേക്ക് ആയിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് എടുത്തത്. അതിന് മുകളിൽ 10,732 അതുപോലെ 11,269 എന്നുള്ള ഈ രണ്ട് ലെവൽസ് ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ടാകുക. നിഫ്റ്റി പെട്ടെന്നുള്ള ഒരു റിവേഴ്സൽ ഉണ്ടാവുകയാണെങ്കിൽ 9,567 ആയിരിക്കും 9,832 താഴെയുള്ള ഫസ്റ്റ് സപ്പോർട്ട്. അതിന് താഴെ 9,058 എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് സപ്പോർട്ട് ലെവലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഈ 10,120 മുകളിലുള്ള അടുത്ത റെസിസ്റ്റൻസ് 10,433 എന്നുള്ള രീതിയിലുള്ള ഒരു ട്രേഡിങ്ങിനായിരിക്കണം നമ്മൾ നെക്സ്റ്റ് വീക്കിൽ പ്രിപ്പയർ ആവേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് നോക്കുമ്പോൾ 9,850 അതുപോലെ 10,433 എന്നുള്ളൊരു റേഞ്ച് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതിന് ഒരു ട്രെൻഡ് ഡിസൈഡിങ് ലെവലായിട്ട് നിൽക്കുക 10,120 ആണ്. 10,120 മുകളിൽ ഒരു 10,433 എന്നുള്ളതും അതുപോലെ 10,120 താഴെ 9,850 എന്നുള്ള ഒരു ലെവൽസ് ആയിരിക്കണം നമ്മുടെ മൈൻഡിൽ ഉണ്ടാകേണ്ടത്. 10,120 എന്തായാലും വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലായിട്ട് നെക്സ്റ്റ് വീക്കിൽ വർക്ക് ചെയ്യും.
അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കാണുന്നത് വൊളാറ്റിലിറ്റി ഇൻഡെക്സിന്റെ ചാർട്ടാണ്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വീണ്ടും കൂൾ ഓഫ് ചെയ്ത് 29.96 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് വൊളാറ്റിലിറ്റി ഇൻഡെക്സിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. നെക്സ്റ്റ് വീക്കില് മേജറായിട്ടുള്ള ഇവന്റ്സ് ഒന്നും ഇല്ലാത്തൊരു വീക്കാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് വലിയ ട്രിഗേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ തന്നെയുള്ള ഒരു 500 റേഞ്ചിലുള്ള 500 പോയിന്റ്സിന്റെ റേഞ്ചിലുള്ള ഒരു ട്രേഡിംഗ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് ചില ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ട്രെൻഡോടുകൂടി മാർക്കറ്റ് ഒരു 200 പോയിന്റ്സോളമുള്ള മൂവ്മെന്റ്സ് പല ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എസ്പെഷ്യലി അങ്ങനെയുള്ള വീക്കിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ്സ് നേടാവുന്ന രീതിയിലുള്ള മാർക്കറ്റിന്റെ ട്രെൻഡ് ഉണ്ട്. കൃത്യമായിട്ടുള്ള ട്രെൻഡ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പല ട്രേഡ്സും ചെയ്യാനും കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുകയും കുറേയധികം പ്രോഫിറ്റ്സ് നേടുകയും ചെയ്തു. അപ്പോൾ കൃത്യമായിട്ടുള്ള ട്രെൻഡുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുകയും അല്ലാത്ത ദിവസങ്ങളിൽ വളരെ സ്ലോ മോഷനിൽ നമ്മൾ വല്ല സൈഡ് ലൈനിൽ ഇരിക്കാനും ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ബെയർ മാർക്കറ്റിന്റെ പുൾ ബാക്സിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ട്രിപ്ലസിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ നമുക്ക് കുറേയധികം പ്രോഫിറ്റ്സ് നേടിയ സ്റ്റോക്കുകളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള ഈ കമ്പനിയിൽ നമ്മൾ 11th മെയിലാണ് 650 ലെവലിൽ എൻട്രി ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക ഉണ്ടായതാണ്. വീണ്ടും അന്നൊരു ഫ്ലാഷിലാണ് അത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വീണ്ടും 730 എന്നുള്ള ടാർഗറ്റിൽ എത്തിയപ്പോൾ നമുക്കൊരു മോർ ദാൻ 12% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം സാധിക്കുകയുണ്ടായി. അതുപോലെ നമ്മൾ റിലാക്സോ എന്നുള്ള സ്റ്റോക്കിൽ നമുക്കറിയാം നമ്മൾ April 27th 610 ലെവലിൽ എൻട്രി ചെയ്തിരുന്ന ഈ സ്റ്റോക്കിൽ ഞങ്ങൾക്ക് 750 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 22% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് റിലാക്സോയിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ എസ്കോട്ട്സ് എന്നുള്ള സ്റ്റോക്ക് നമ്മൾ ദീപാവലി പിക്കായിട്ട് എൻട്രി ചെയ്തിരുന്നത് October 25th എൻട്രി ചെയ്തിരുന്നത് 632 ലെവലിലാണ്. ഇപ്പോൾ ആ സ്റ്റോക്ക് 1000 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 57% പ്രോഫിറ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ 1 ഇയർ ടാർഗറ്റ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത് 1100 ആണ്. ആ ലെവലിലേക്കാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വീക്കില് ഞങ്ങളുടെ ട്രേഡിങ്ങിന്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഈ പെർഫോമൻസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം കഴിഞ്ഞ വീക്കില് നിഫ്റ്റി ഫ്യൂച്ചറിൽ വളരെ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ വീക്കില് 147 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് നേടാൻ സാധിച്ചത്. അതായത് ഒരു 5 ലോട്ട്സ് ട്രേഡ് ചെയ്യുന്ന ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 55,125 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള നല്ല ട്രേഡ്സ് ആണ് നിഫ്റ്റി ഫ്യൂച്ചറിൽ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്ഷൻസിൽ 146 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് നേടിയപ്പോൾ ഒരു 5 ലോട്ട്സ് ട്രേഡ് ചെയ്യുന്ന ഒരു ക്ലയന്റിന് 54,750 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആയിരുന്നു. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ഓപ്ഷൻ പ്രീമിയം ആയിട്ട് ഞങ്ങൾ ട്രേഡ് ചെയ്തിരുന്നത് 9,850 കോൾ ഓപ്ഷൻ ആണ്. ഈ കോൾ ഓപ്ഷനിൽ ഞങ്ങൾക്കൊരു 70 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് നേടിയപ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിൽ ഞങ്ങൾക്കൊരു നോർമലി ഒരു 10 ലോട്ട്സ് ആണ് ഒരു ക്ലയന്റ് ചെയ്യുന്നത്. ആ ഒരു ക്ലയന്റിന് ഒരു 52,500ഓളം പ്രോഫിറ്റ് നേടാവുന്ന രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓപ്ഷൻ പ്രീമിയം നോർമലി ഞങ്ങൾ ഒരു വീക്കിൽ ഒരു ട്രേഡ് ആണ് റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും റിസ്ക് കുറവുള്ള ഒരു സമയത്ത് ഏറ്റവും നല്ല ട്രെൻഡ് ഉള്ള ഒരു സമയത്ത് ഓപ്ഷൻ പ്രീമിയത്തിൽ ഒരു ട്രേഡ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 52,000ഓളം പ്രോഫിറ്റ് നേടാനുള്ള ഒരു അവസരമാണ് ഓപ്ഷൻ പ്രീമിയം എന്നുള്ള. ഇതൊരു സെപ്പറേറ്റ് പാക്കാണ്. ഈ പാക്കിൽ നോർമലി ഒരു റെക്കമെൻഡേഷൻ ആണ് ഒരു വീക്കിൽ ഉണ്ടാകുന്നത്. അതൊരു വെഡ്നസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേയിലും മാർക്കറ്റിന്റെ പ്രീമിയം കുറവുള്ള സമയത്താകുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ലോട്ടുകൾ 10 ലോട്ട്സ് എടുക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ട്രേഡ് ആയിരിക്കും ഞങ്ങൾ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ 720 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിച്ചു. അതായത് ഒരു 5 ലോട്ട്സ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 72,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആയിരുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ 280 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിച്ചപ്പോൾ ഒരു 5 ലോട്ട്സ് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു 28,000ഓളം പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ നിഫ്റ്റിയുടെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്സിൽ വളരെ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ സ്റ്റോക്ക് പോൾസ് ഒരു 1000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 1,21,500ഓളം പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആണ് ഞങ്ങൾ സ്റ്റോക്സിൽ ചെയ്തിരുന്നത്. അതുപോലെ നമ്മളെല്ലാ വീക്കിലും നമ്മൾ തേഴ്സ്ഡേയിൽ ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യാറുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ റൈറ്റ് ചെയ്തിരുന്ന ഓപ്ഷൻ നിഫ്റ്റിയിൽ 9,800 പുട്ട് ഓപ്ഷൻ ആണ് റൈറ്റ് ചെയ്തിരുന്നത്.
11-നാണ് ഞങ്ങളിത് റൈറ്റ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ ടാർഗറ്റിൽ ഞങ്ങൾ 1-ൽ ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു 10 പോയിന്റ്സിന്റെ പ്രോഫിറ്റ്സ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് 9800 പുട്ട് ഓപ്ഷനിൽ സാധിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ലോട്ട് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ 750 റുപ്പീസിന്റെ പ്രോഫിറ്റ് ആണ് ലഭിക്കുന്നത്. പക്ഷെ ഒരു നമുക്കറിയാം മാർക്കറ്റ് 9900 മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അത് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ റൈറ്റിംഗിന്റെ ഡാറ്റ എല്ലാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 9800 പുട്ട് ഓപ്ഷൻ 0-ലേക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ഒരു 10 ലോട്ട്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 7500 റുപ്പീസിന്റെ പ്രോഫിറ്റ് യാതൊരു റിസ്കും ഇല്ലാതെ എടുക്കാവുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഈ ഓപ്ഷൻ റൈറ്റിംഗ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ലോസുകളൊക്കെ വരാം. പക്ഷെ മാർക്കറ്റ് അതിനുശേഷം നമുക്കറിയാം അന്ന് ക്ലോസ് ചെയ്തത് 10,091 ലെവലിലാണ് ക്ലോസ് ചെയ്യുന്നത്. അല്ല, അപ്പോൾ 9800-ൽ നിന്നും മാർക്കറ്റ് മുന്നോട്ട് പോകാൻ തുടങ്ങി എന്ന് വരുമ്പോൾ ഈ ഓപ്ഷൻ സ്ട്രിങ്ക് ചെയ്ത് തുടങ്ങും. നമുക്കിത് കാണാം 11-ൽ നടന്ന് ട്രേഡ് ചെയ്തിരുന്ന ഓപ്ഷൻ ഞങ്ങൾ റൈറ്റ് ചെയ്തതിന് ശേഷം വളരെ പതുക്കെ താഴെ വന്ന് 1-ൽ വന്ന് അത് 0-ലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റിൽ തരുന്ന അവസരം, അങ്ങനെയുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഞങ്ങൾ പല ക്ലയൻസും ഈ ഓപ്ഷൻ റൈറ്റിംഗിലൂടെ ഓൾമോസ്റ്റ് ഒരു 50,000 ഒക്കെ പ്രോഫിറ്റ് നേടാവുന്ന രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അതായത് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡിങ്ങിന് അഗേൻസ്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യാനുള്ള മാർജിൻ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ആ മാർജിൻ അഗേൻസ്റ്റ്, അതായത് ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു പക്ഷേ സ്റ്റോക്കുകൾ പലതും ലോസിലാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു 40,000 to 50,000 പ്രോഫിറ്റ് ഓപ്ഷൻ റൈറ്റ് ചെയ്ത് എല്ലാ ദിവസവും നേടുകയാണെങ്കിൽ വളരെ നല്ല പ്രോഫിറ്റ് ആണ്. ഒരു ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നവർക്ക് ഇത് പ്രോഫിറ്റ് നേടാൻ സാധിക്കും. എന്തായാലും ഓപ്ഷൻ റൈറ്റിംഗ് നമ്മൾ എന്തെങ്കിലും ബിസി ആയിട്ട് ഇരിക്കുന്നവർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത്. കാരണം ഓപ്ഷൻ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് വരെയും നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കണം. കാരണം പെട്ടെന്ന് മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു അഡ്വേഴ്സ് ന്യൂസ് വരിക അല്ലെങ്കിൽ വേറൊരു ബുള്ളിഷ് ആയിട്ടൊരു ന്യൂസ് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ ഓപ്പോസിറ്റ് പോകാനുള്ള പ്രോബിലിറ്റി അതുകൊണ്ട് ആ സമയം നമ്മൾ പലപ്പോഴും ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നത് നിഫ്റ്റി ചെയ്യുകയാണെങ്കിൽ 11:30-ക്ക് ശേഷം ആയിരിക്കും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനാണ് റൈറ്റ് ചെയ്യുന്നത് ഈവൻ 1:30-ക്ക് ശേഷമൊക്കെ ആയിരിക്കും റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് സമയം കൂടിയേ ഈ ഓപ്ഷന്റെ ലൈഫ് ഉള്ളൂ. അതുകൊണ്ട് ആ പ്രീമിയം ഷ്രിങ്ക് ചെയ്ത് കിട്ടാനുള്ള പ്രോബിലിറ്റി, വീണ്ടും ഫ്ലക്ച്വേഷൻ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ മറ്റുള്ള ഇതിന് റിവേഴ്സ് സൈഡിലേക്ക് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാവുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള അനാലിസിസിന് ശേഷമാണ് ഈ ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യേണ്ടത്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റ് ചെയ്തിരുന്നത് 20,300-ന്റെ പുട്ട് ഓപ്ഷൻ 55-ലാണ് റൈറ്റ് ചെയ്തിരുന്നത്. 55-ൽ റൈറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഓപ്ഷൻ മാർക്കറ്റ് മുകളിലേക്ക് വളരെ കാര്യമായിട്ടുള്ള റാലി നടത്തിയപ്പോൾ വളരെ ഈസി ആയിട്ട് ആ 55 റുപ്പീസ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനും നമുക്കറിയാം 20 ആണ് ലോട്ട് സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാവും. നമ്മുടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വ്യാഴാഴ്ചയിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാവുന്ന ഒരു കാര്യമാണ് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗ്. പക്ഷെ ഒരു പ്രൊഫഷണൽ ആയിട്ട് എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു ഹെൽപ്പോട് കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ലോസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എല്ലാ വ്യാഴാഴ്ചയും ഒരു 1 o'clock-ന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ വളരെ കുറച്ച് സമയം കൂടിയാണ്, അത് ഒരു 2.5 hours മാത്രമാണ് ഈ ഓപ്ഷന്റെ ലൈഫ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 0 ആവും. അതിനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല പ്രോഫിറ്റ് എല്ലാ ദിവസവും നേടാവുന്ന ഒരു കാര്യമാണ് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗും. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വീക്കില് ഞങ്ങളുടെ ഓപ്ഷൻ പ്രീമിയം എന്ന റെക്കമെൻഡേഷനിൽ ഞങ്ങൾ ട്രേഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങളൊരു 9,850-യുടെ കോൾ ഓപ്ഷൻ എൻ്റർ ചെയ്തിരുന്നത് 60-ലാണ്. ഞങ്ങളതിന് 130-ലാണ് ഞങ്ങളതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അതായത് ഓൾമോസ്റ്റ് 116% പ്രോഫിറ്റ് ഒരു സിംഗിൾ ഡേയിൽ ആണ് നമ്മൾ നേടുന്നത്. അതായത് നമുക്കറിയാം മോർ ദാൻ 100% പ്രോഫിറ്റ് ഒരു ഡേയിൽ നേടുന്ന ഒരു ബിസിനസ്സും ഒരു പക്ഷെ നിങ്ങൾക്ക് അറിവുണ്ടാവില്ല. അപ്പോൾ അതുപോലെയുള്ള വളരെ ശ്രദ്ധിച്ച് ഒരു വീക്കിൽ ഒരു ട്രേഡ് മാത്രം ചെയ്യുന്നതാണ് ഈ ഓപ്ഷൻ പ്രീമിയം എന്നുള്ളൊരു മെത്തേഡ്. പക്ഷെ നമുക്കറിയാം, നമുക്ക് കാണാം 60-ൽ ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്ന ഓപ്ഷൻ 250 to 58 ലെവലിലേക്കാണ് അതൊരു ഹൈ സെറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ 130 ലെവലിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്
നമ്മളത് അടുത്തൊരു വീക്കിലാണ് ഇനി അടുത്തൊരു നെക്സ്റ്റ് ട്രേഡ് നമ്മൾ ചെയ്യുകയുള്ളൂ. അതുപോലെ ചെയ്യുന്നതാണ് ഓപ്ഷൻ പ്രീമിയം എന്നുള്ള റെക്കമെൻഡേഷൻ. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വീക്കില് തേഴ്സ്ഡേയില് എസ്പെഷ്യലി മാർക്കറ്റ് വൺ സൈഡ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻസിൽ കുറേയധികം പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഓപ്ഷൻസിന്റെ പൊസിഷൻ അനാലിസിസിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഓരോ ഓപ്ഷൻസിന്റെ സ്ട്രൈക്കുകളും കട്ട് ചെയ്ത് അത് മുകളിലേക്ക് പോകുമോ അത് താഴേക്ക് പോകുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ലൈവായിട്ട് അതിനകത്ത് ഡാറ്റയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഓൾമോസ്റ്റ് ഒരു 3 സ്ട്രൈക്കുകളിൽ നമുക്കത് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കുകയുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ചെയ്തിരുന്ന ഒരു ട്രേഡാണ് 9850 കോൾ ഓപ്ഷൻ. ഞങ്ങൾ 62 ലെവലിലെടുത്ത് 110 ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അത് വ്യാഴാഴ്ച എക്സ്പയറി ഡേയിൽ ചെയ്തൊരു ട്രേഡാണ്. അന്നേ ദിവസം തന്നെ ഇത് തൊട്ട് മുമ്പുള്ള മുകളിലുള്ള സ്ട്രൈക്ക് ആയിട്ടുള്ള 9900 കോൾ ഓപ്ഷൻ ഞങ്ങൾ 44 എടുത്ത് 85 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഞങ്ങൾ 9950 കോൾ ഓപ്ഷൻ 35 ലെവലിൽ എൻ്റർ ചെയ്ത് വീണ്ടും അത് ഞങ്ങൾ 75 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 3 സ്ട്രൈക്കിൽ 100% പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് നമുക്ക് തേഴ്സ്ഡേ ലഭിക്കുകയുണ്ടായി. ഇതുപോലെയുള്ള വളരെ നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആ അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഓപ്ഷൻസിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാൻ സാധിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ച ഒരു ദിവസമാണ് കഴിഞ്ഞ തേഴ്സ്ഡേ. അതുപോലെ കഴിഞ്ഞ വീക്കില് നമ്മൾ മണപ്പുറം ഫിനാൻസ് എന്നൊരു സ്റ്റോക്ക് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള പല വീക്കിലും നമ്മൾ ഈ സ്റ്റോക്ക് കഴിഞ്ഞ് ബീറ്റ് ഡൗൺ സിറ്റുവേഷനിൽ റീബൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. 127 ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് 148 ലെവലിലേക്ക് മൂവ് ചെയ്യും എന്നുള്ള ഒരു കാര്യം നമ്മൾ വീക്ക്ലി വ്യൂവില് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വീക്കില് മുത്തൂറ്റ് ഫിനാൻസിന്റെ റിസൾട്ടോട് കൂടി ആ സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ എല്ലാ ഗോൾഡ് ലോൺ കമ്പനീസിന്റെ മൂവ്മെന്റോടൊപ്പം തന്നെ മണപ്പുറം 153 ഒരു സ്വിംഗ് ഹൈ സെറ്റ് ചെയ്യുകയുണ്ടായി. ഓൾമോസ്റ്റ് ഒരു 20% പ്രോഫിറ്റിലാണ് ഈ സ്റ്റോക്ക് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത 127 ലെവലിൽ നിന്നും മൂവ് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരുന്നതാണ് ഈ ഭാരതി എയർടെൽ എന്നുള്ള സ്റ്റോക്കിന് ഒരു അപ്വേർഡ് മൂവ്മെന്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. നമുക്കിപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഒരു ഈ സ്റ്റോക്ക് ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 572 ലെവലിലാണ്. ഈ ലെവലിൽ ഈ സ്റ്റോക്ക് വീണ്ടും ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു അപ്വേർഡ് മൂവ്മെന്റിനുള്ളൊരു ട്രേഡ് സെറ്റപ്പിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റോക്കിന് ഭാരതി എയർടെലിന് ഒരു 605 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അടുത്തൊരു പുൾ ബാക്കിൽ നമുക്കൊരു ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ് ഈ ഭാരതി എയർടെൽ. അടുത്തായിട്ട് നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്ക് ടെക്നിക്കലി ബ്രേക്ക്ഔട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ഈ സ്റ്റോക്കുകൾ മുത്തൂറ്റ് ഫിനാൻസ്, JK സിമൻസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, മണപ്പുറം ഫിനാൻസ്, അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീൽ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെന്റിനുള്ളതല്ല. Thank you.